സജോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. യെസ് സജോ, നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് മഴയെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നല്ല വെയിലായി. ഈ വെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പോയി മഴ വന്നാൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ മൊത്തത്തിലൊരു മഴയുടെ സാഹചര്യം എന്താണ് സജോ? പൊതുവെ മധ്യ കേരളത്തിലും എറണാകുളം ജില്ലയിലും ഒക്കെ മഴ മാറി നിൽക്കുകയാണ്. മഴ മിക്കവാറും ഇടങ്ങളിൽ ദുർബലപ്പെട്ടു. അതേസമയം മുന്നറിയിപ്പ് എന്നത് ഒറ്റപ്പെട്ട ഇടവിട്ട മഴ ലഭ്യമാകും എന്നതാണ് കാലാവസ്ഥ മുന്നറിയിപ്പായി പറയുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല വെയിൽ തെളിഞ്ഞിരുന്നു. ഇപ്പോൾ അന്തരീക്ഷം അല്പം മേഘാവൃതമാണ് വിവിധയിടങ്ങളിൽ എന്നതാണ്, നഗരത്തിലും നഗരത്തിന് പുറത്തുമൊക്കെ. അതേസമയം തീരദേശ മേഖലയിലും മലയോരത്തുമൊക്കെ ജാഗ്രത നിർദ്ദേശത്തിന് കുറവില്ല. പക്ഷേ അതേസമയം പുഴകളിലെ, നദികളിലെ, ആറുകളിലെയൊക്കെ ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വാസകരമായ സാഹചര്യം കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേസമയം തീരപ്രദേശത്ത് വേലിയേറ്റവും കടലാക്രമണവുമുള്ള അതിശക്തമായി തീരപ്രദേശത്തും വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിനും മാറ്റമുണ്ട്. ആശ്വാസം എന്നൊരു സാഹചര്യമാണ് പൊതുവിലുള്ളത്. അതേസമയം മഴ മുന്നറിയിപ്പ് എന്നത് ഒറ്റപ്പെട്ട ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ നേരിയ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. ഓക്കെ സജോ, മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിലെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിജിലൻസ് അങ്ങനെ പിടിവിടാതെ തന്നെ പുറകെയുണ്ടല്ലേ? ശ്രുതി വെങ്കി, ഒരു സംസ്ഥാന ഏജൻസിയും കേന്ദ്ര ഏജൻസിയും നേർക്കുനേർ നിൽക്കുന്ന ഒരു കേസ് കൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസ്. അതായത് ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയാണ്. ഇ ഡി കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ആ കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി കോഴ ആവശ്യപ്പെട്ടു എന്ന കേസാണ്. അതിൽ നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. ഒന്നാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് ഇതിന്റെയൊക്കെ ആസൂത്രകൻ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ അറിഞ്ഞുകൊണ്ട് നടന്നു എന്നതാണ് യഥാർത്ഥത്തിൽ വിജിലൻസിന്റെ കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒന്നാം പ്രതിയാക്കിയത്. പക്ഷേ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. ഇതിൽ വിശദമായ തെളിവുകൾ, അതായത് പിടിച്ചെടുത്ത ഇതിനകം അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ വിശദാംശങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ വിശദമായ പരിശോധന, ഒപ്പം ഇതിനകം പരാതിക്കാരൻ ഉൾപ്പെടെ നൽകിയ മൊഴികൾ, ഇതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. പ്രതികളുടെ നിലപാട്, പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഇവയൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതിനുശേഷം തുടർ നടപടികൾ എന്നതാണ് വിജിലൻസ് പറയുന്ന ഒരു കാര്യം. ഒപ്പം ഈ വിജിലൻസ് കേസിലെ പരാതിക്കാരനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ നൽകാൻ നേരത്തെ ഇ ഡിയോട് വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ കിട്ടിയില്ല. രണ്ടാമതും കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഈ കേസിന്റെ ഒരു സ്വഭാവം എന്നത്, ഇ ഡി പോലൊരു കേന്ദ്ര ഏജൻസി പലരെയും ഇതിലെ ഉദ്യോഗസ്ഥർ സമീപിക്കുന്നു, അതിനുശേഷം സമൻസ് ഒക്കെ നൽകുന്നു, പിന്നീട് കേസ് അട്ടിമറിക്കാൻ കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്നതാണ്. ഈ കേസിൽ തന്നെ 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നതാണ് ഈ കേസിന്റെ ഒരു സ്വഭാവം. അതേസമയം ഇതുവരെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് അങ്ങോട്ടേക്ക് കേസിന്റെ സ്വഭാവം എന്താകും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഈ കേസിന്റെ പ്രാധാന്യം. കാരണം ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ, ഒരു ഇ ഡി പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ സംസ്ഥാന അന്വേഷണ ഏജൻസിയായ വിജിലൻസ് എടുത്ത ഒരു കേസാണ്. സ്വാഭാവികമായി അതിന്റെ തുടർ നടപടികൾ എന്താകും? ഇതുവരെ അറസ്റ്റിലേക്ക്, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതേസമയം തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ, കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥൻ കുറേയധികം ആളുകളെ, സഹായികളെ, കൂട്ടാളികളെ വെച്ച് നടത്തി എന്നതാണോ വിജിലൻസ് വാദം? അതല്ല അതിനപ്പുറത്തേക്ക് ഈ കേസിന് തലമുണ്ടോ? അതല്ല ഇടനിലക്കാർ എന്ന് പറയുന്ന ആളുകളിൽ മാത്രം കേസ് നിൽക്കുമോ? അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ കേസ് അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയും ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായതുകൊണ്ടും ഈ കേസിന് തുടർന്ന് അങ്ങോട്ടേക്കുള്ള പോക്ക്, കാരണം ഇ ഡി പോലുള്ള ഒരു ഏജൻസിയിൽ ഇങ്ങനെ കേസ് അട്ടിമറിക്കാൻ പണം വാങ്ങുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്ന ഒരു സ്വഭാവത്തിലുള്ള കേസാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഈ കേസിന്റെ പ്രാധാന്യം അങ്ങേയറ്റം വർദ്ധിപ്പിക്കുന്നത്. സമീപകാലത്ത് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കേസില്ല എന്നതുകൊണ്ട് ആ കേസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഏതായാലും ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് ഹൈക്കോടതി എടുക്കുന്ന ഒരു തീരുമാനം എന്നത് വിജിലൻസിന്റെ തുടർ നടപടികളിൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്നത് നിസ്തർക്കമാണ്. ശരി, സജോ ദേവസിയാണ് വിശദാംശങ്ങളെല്ലാം നൽകിയത്. എന്തായാലും മഴയ്ക്കൊരു ശമനം ഉണ്ടെങ്കിലും വാർത്തകൾക്കൊട്ടും ശമനമില്ല എന്നുള്ളതാണ്.